27/4/2025 ഞായറാഴ്ച. അന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. അന്നായിരുന്നു ഞാൻ ജനിച്ച ദിവസം. അതുപോലെ തന്നെ രാവിലെ ഉറക്കമൊക്കെ കഴിച്ചു. പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോകാനായിട്ട് കുറച്ച് മണിക്കൂറുകൾ ബാക്കി നിൽക്കവേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നമുക്കൊന്ന് പുറത്തോട്ട് പോയാലെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും എന്നെ കൂടാതെ തന്നെ ഒരു 4 പേരും നമ്മൾ ഫ്രണ്ട്സ് അത്രയും പേരായിട്ട് ലുലു മോളിലോട്ട് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഞങ്ങൾ പോയ അന്ന് തന്നെ റെട്രോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സൂര്യക്ക് ലുലു മോൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യ കാണാൻ വേണ്ടിയിട്ട് ഒരു വൻ ജനക്കൂട്ടം തന്നെയായിരുന്നു അവിടെ. നമുക്കവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ വഴിയിൽ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെയായിരുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ നേരെ നമ്മൾ മോളിൻ്റെ ഉള്ളിലോട്ട് കയറി. ആ ഒരു സമയം വരെയും എനിക്ക് ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്നെ വിഷ് ചെയ്തു. പക്ഷേ ഇവരൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനത്തെ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഓരോ കടകളിലൊക്കെ കയറി. പിന്നെ അടുത്തായിട്ട് ചോക്ലേറ്റ്സിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി ഇറങ്ങി ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചേച്ചി വന്നിട്ട് എന്നെ തട്ടി വിളിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നു തന്നു. ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എനിക്ക് മനസ്സിലായില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഈ ചേച്ചിക്ക് എങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഇന്നാണെന്നറിയാം, അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കണേ. അപ്പോൾ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ഒന്നും അറിഞ്ഞുകൂടാ, അവർക്കൊന്നും അറിഞ്ഞുകൂടാ, അവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, അങ്ങനത്തെ രീതിയിലാണ് അവരുടെ സംസാരവും അവരുടെ നിപ്പും നടത്തവും എല്ലാം ചോദിക്കുന്നുണ്ട്. എനിക്കിതുപോലെ ഒരു ചേച്ചി ഒരു പൂവ് കൊണ്ടുവന്ന് തന്നു, അപ്പോൾ അവർക്ക് എങ്ങനെ അറിയാം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, അങ്ങനെ കൂടെ ഉള്ളവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ എനിക്കൊന്നും അറിയാൻ പാടില്ല, അങ്ങനത്തെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, അങ്ങനത്തെ രീതിയിലാണ് അവരുടെ സംസാരം. പിന്നെ അതുപോലെ തന്നെ അവർ ഇടയ്ക്ക് എന്നെ കളിയാക്കുന്നുണ്ട്, നിൻ്റെ യൂട്യൂബിൽ നിൻ്റെ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് നിൻ്റെ അടുത്തുള്ള ഇഷ്ടം കാരണം കൊണ്ടുവന്ന് തന്നതായിരിക്കും, അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന സമയത്ത് ഇത് അടുത്ത് വേറൊരു കുട്ടി വന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറെ ഒരു 3 പയ്യന്മാർ വന്നിട്ട് അടുത്ത് ഒരു ഫ്ലവർ കൊണ്ടുവന്നു തന്നു. ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റ് ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് സങ്കടം വന്നു. കാര്യം ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല ഞാൻ ഒട്ടും എക്സ്പെക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നും വരില്ല. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിട്ട് ഭയങ്കര സങ്കടം വന്നു. സന്തോഷമാണ്, എല്ലാം കൂടിയുള്ള ഒരു മിക്സഡ് ഇമോഷനാണ് ആ ഒരു സമയത്ത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കയറി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സമയത്ത് എൻ്റെ പുറകിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരാളെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ കാണുന്നത്. പക്ഷേ എനിക്ക് അവിടെ നിൽക്കുന്ന സമയത്തും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച സമയത്തും ഇനി അങ്ങോട്ടും ചിലപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിക്കാം, അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എസ്കലേറ്ററിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചേട്ടൻ വന്ന് വിളിച്ചിട്ട് അടുത്തൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടി വണ്ടി സൈഡ് ഒതുക്കിയിട്ട് പെട്ടെന്ന് ഈ പാർട്ടി പോപ്പർ ഇങ്ങനെ പൊട്ടിച്ചു. ഞാൻ വണ്ടി സൈഡ് നിർത്തിയ സമയത്ത് പെട്ടെന്നായിരുന്നു ഈ ഒരു സംഭവം പൊട്ടിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പേടിക്കുകയും ചെയ്തു. അവരെന്നിട്ട് പറയാണ് കേക്ക് മുറിക്കണ്ടേ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നുവെങ്കിലും ഈ ഫ്രണ്ട്സ് എത്രയും പേര് കൂടെ ഉണ്ടെന്ന് അവർ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് കരയാതെ ഇങ്ങനെ പിടിച്ചു നിന്നത്. ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞേനെ. പിന്നെ അവർ കളിയാക്കി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനി കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടെ വിട്ടിട്ട് പോവും അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, ഇതിനൊക്കെ എന്തിനാണ് വെറുതെ കരയണത് അങ്ങനെയൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും മറക്കില്ല. നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് എങ്കിൽ അത് തന്നെ ധാരാളം. നമ്മുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വർഷത്തെ പിറന്നാൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ സുഹൃത്തുക്കൾ ആക്കി തന്നു. അതിന് ഒരുപാട് താങ്ക് യു.